സുഹൃത്തുക്കളെ നമസ്കാരം. രാത്രി ടെൻഷനകത്ത് കിടന്നുറങ്ങി രാവിലെ എണീച്ചു കേട്ടോ. ഈ ഭൂമിയിൽ വന്നതിന്റെ കൊതി മാറാത്തത് കൊണ്ട് സ്ലീപ്പിംഗ് ബാഗ് വിരിച്ച് ഇവിടെ കിടക്കുവാണ്. എന്റെ അമ്മോ, ഈ പച്ചപ്പുല്ലിന്റെ ഒക്കെ ഒരു സുഗന്ധം ഉണ്ടല്ലോ, നിങ്ങളോട് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എനിക്കൊരു 60 വയസ്സൊക്കെ ആയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും ഞാൻ ഇപ്പം ചെയ്യുന്നതിൻ്റെ ഒരു ആവേശം ഉണ്ടല്ലോ, സന്തോഷം ഉണ്ടല്ലോ, ഒരിക്കലും ആ ഒരു സമയത്ത് കിട്ടില്ല. കാരണം പ്രായം മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ, ഒരിക്കലും തിരിച്ചു വരില്ല. സമയവും പ്രായവും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ആരോഗ്യമുള്ള സമയം ഉണ്ടല്ലോ ജീവിതത്തിലെ, അത്രയും മനോഹരമായ നിമിഷങ്ങളാണ് സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് എൻ്റെ ജീവൻ നല്ലതുപോലെ സന്തോഷത്തോടെ ഇരിക്കുന്നു കേട്ടോ. കുറെ ആൾക്കാർ പറയാറുണ്ട് വേറെന്തെങ്കിലും ചെയ്യൂ, ഇതെന്തിനാ ചെയ്യുന്നു, എനിക്ക് പ്രാന്തുണ്ടെന്നൊക്കെ. എനിക്ക് പ്രാന്തുണ്ട്, എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടെത്തുന്ന പ്രാന്തുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു ജീവിതമല്ലേ ഈ ഭൂമിയിലുള്ളൂ, വേറൊരു ജീവിതത്തിൽ എപ്പം ചെയ്യാനെങ്കിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്കുമെന്ന്. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അയ്യോ, എന്ത് ഭംഗി നൽകുന്നു ഭൂമിയെ നിന്നെ കാണാൻ വേണ്ടി. അയ്യോ, ഈ സൂര്യപ്രകാശം രാവിലെ കേട്ടോ, സമയം ഏറെ സമയമായിരിക്കുവാണ്. നാട്ടിലെ 7 മണി, ഇവിടുത്തെ 7 കേട്ടോ. എന്തായാലും ഒരുപാട് ഹാപ്പി ആയിട്ടോ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. ഇപ്പോഴും പുകയുന്നുണ്ട്, കാരണം രാത്രി ഇട്ട വലിയൊരു കുട്ടക്കഷ്ണമാണ്. നനഞ്ഞ കുട്ടിയാണെങ്കിൽ കത്തി കേട്ടോ. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഇന്ന് പ്രകൃതി വരെ കാവൽക്കാരനായി ഇവിടെ നിൽക്കുവാണ് ഈ ഭൂമിയിൽ. ആനിമൽസിൻ്റെ ഒന്നും ഒരു സാന്നിധ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ രാത്രി വന്നു പോകുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല, അത് രാത്രി ഇങ്ങനെ എണീച്ചിരിക്കേണ്ടി വരും. എന്തായാലും സന്തോഷം, ഒരു ദിവസം കൂടി ഞാൻ ഈ ഭൂമിയിൽ നിന്നും ഇങ്ങനെ പോവുകയാണ് കേട്ടോ.